ഹായ്, ഈ ഒരു ഐറ്റം കണ്ടില്ലേ? എന്താണത്? എല്ലാ നാട്ടിലും പറയുന്നത് വെണ്ടയ്ക്ക എന്ന് തന്നെയാണ്. മറ്റ് പല പച്ചക്കറി ഐറ്റംസിനും പല പേരുണ്ടെങ്കിലും ഈ ഒരു സാധനത്തിന് വെണ്ടയ്ക്ക എന്ന് തന്നെയാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. അതായത് നമ്മുടെ ഇംഗ്ലീഷിൽ ലേഡീസ് ഫിംഗർ ആണോ? ലേഡീസ് ഫിംഗർ എന്നാണോ ഇതിന്റെ യഥാർത്ഥ ഇംഗ്ലീഷ് പേര്? അല്ല. ഈ ഒരു വെണ്ടയ്ക്കയുടെ യഥാർത്ഥ ഇംഗ്ലീഷ് പേരാണ് ഒക്ര. OKRA, ഒക്ര. എന്നാൽ എത്ര പേർക്ക് അറിയാം ഇതിന്റെ ഇംഗ്ലീഷ് പേര് ലേഡീസ് ഫിംഗർ എന്നല്ല ഒക്ര എന്നാണെന്ന്? ലേഡീസ് ഫിംഗർ എന്ന് പറയുമായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷെ ഇതിന്റെ യഥാർത്ഥ പേര് ഒക്ര എന്നാണെന്ന് എന്തുകൊണ്ട് അറിയുന്നില്ല? നമ്മളൊക്കെ പണ്ട് പഠിച്ചത് ലേഡീസ് ഫിംഗർ എന്നാണ്, അതുകൊണ്ടാണ് അല്ലേ? കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം ഇത് ഒക്രയാണ്, ഇതിന്റെ പേര് ലേഡീസ് ഫിംഗർ അല്ല. എന്നാൽ മഹാഭൂരിപക്ഷം പേർക്കും ലേഡീസ് ഫിംഗർ എന്നാണ് അറിയുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. അപ്പൊ ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കുക. തെറ്റെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ യഥാർത്ഥ പേര് അറിഞ്ഞിരിക്കുക ഒക്ര. വീട്ടിലെ കൊച്ചുകുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇംഗ്ലീഷ് പേര് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒക്ര, OKRA. കുട്ടികളെങ്കിലും കൃത്യമായിട്ടുള്ളത് പഠിക്കട്ടെ. ഒരു കാലത്ത് നമ്മളൊക്കെ അങ്ങനെ പഠിച്ചു പോയി ലേഡീസ് ഫിംഗർ എന്ന്, പോട്ടെ, ശരിയായിരിക്കാം, പക്ഷെ യഥാർത്ഥ പേരാണ് നമ്മൾ പഠിക്കേണ്ടത് ഒക്ര. ഓക്കെ, ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് ശരിയെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വീഡിയോ ചൂസർ എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.